ഞാൻ ആലോചിക്കുന്നത് ഈ ഭർത്താവിന്, ഈ സാബ്രാന്റെ ഭർത്താവിന് അള്ളാഹു എന്തോരം ക്ഷമാണ് കൊടുത്തിട്ടുണ്ടാവുക. അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്വർഗം. സ്വർഗന്മാർക്ക് നന്നില്ല. ഇങ്ങനത്തെ ഒരു ഭാര്യനെ ക്ഷമയോടെ ഇത്രയും കാലം സഹിച്ചു നിന്ന ആ ഭർത്താവിന് അള്ളാഹു സ്വർഗത്തില് ഏറ്റവും വലിയ പദവി കൊടുക്കും. കാരണം ഇത്രയും കാലം സഹിച്ചില്ലേ. കാരണം നോക്കിയ ഒരാള് എന്തെങ്കിലും ആ സ്ത്രീനെ പറയുമ്പോൾ ഡബിൾക്ക് ഡബിൾ ആയിട്ട് ആ സ്ത്രീക്ക് പറ്റൂലെങ്കിൽ വേറെ ആൾക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ട് അവരെ വായടപ്പിക്കുക മാത്രമല്ല പറ്റാവുന്ന രീതിയിൽ തെറി പറയിപ്പിച്ചിട്ട് ആ രീതിക്കനുസരിച്ചിട്ട് ഇതാക്കും. എന്നിട്ടിപ്പോ മുപ്പത്തിര് പറയണേ ഞാൻ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആരും പറഞ്ഞ ഒന്നെങ്കിലും കാണിച്ചു. ഏത് ഒന്ന് കാണിക്കാനാണ്? കാക്കത്തൊള്ളായിരം ഉണ്ടാവുമ്പോ ഏത് ഒന്നാണ് കാണിക്കുന്നത്? അത് പോട്ടെ, അങ്ങനെ അപ്പൊ അങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ വെളിച്ചത്തില് ഒന്നും കൂടെ കാണിക്കാം ഇതട്ടോ. പിന്നെ ഇത് ഒന്ന് കേട്ടാ, ഇനി ഉണ്ട് ഇട്ടാ സംഭവം. ഇത് വേറെ ഒന്ന് ഇട്ടാ. പിന്നെ മോതിരം കുറെ ഉണ്ട് അവിടെ കാണാനില്ല. ഒരു മോതിരം വേറെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടിടും പോട്ടെ. പിന്നെ കമ്മലിതാണ് കേട്ടോ, ഇതാണ് ഞാൻ ഇട്ടിരുന്നത് കേട്ടാ. എന്ത് പക്ഷേ നെക്ലേസ് പിന്നെപ്പത് ഞാനിപ്പോ അങ്ങനെ ഇടാറില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒന്നാമത്തത് എന്താണ്, ചൂട് എടുക്കുമ്പോ എനിക്ക് എല്ലാം വലിച്ചെറിയുന്നു. മൂക്കുത്തി ആയാലും എന്തായാലും ഇപ്പത്തെ ചൂട് സമയത്ത് ഒരു സാധനം ഇടാൻ തോന്നൂല. ഡ്രസ്സ് തന്നെ നോർമലായിട്ട് ഇട്ട് നടക്കുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സാബിറ, വേറെയും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. കുറെ പറയാനുണ്ട്, ഞാൻ രണ്ട് ഭാഗമായിട്ട് ചിലപ്പോൾ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇതാവും വെച്ചിട്ട്, ഡിസ്റ്റർബ് ആവശ്യത്തിൽ. പിന്നെ കേരളത്തിലെ, അതിന് ഞാൻ വേറെ ചെയ്യണോ? വേണ്ട. കേരളത്തില് ആദ്യമായി മൊബൈൽ ഉപയോഗിച്ച സ്ത്രീ എന്ന വ്യക്തി എന്ന പരിഗണന അങ്ങനെ നമ്മളെ തവളച്ചാട്ടക്കാരി, തവള ഡാൻസുകാരി സാബിറക്കാണ് അതിന്റെ എല്ലാ പദവിയും. അങ്ങനെ ഇപ്പോ ഇനി ഓഗസ്റ്റ് 15 അടുത്ത് വരുമ്പോ എന്തായാലും അവർക്ക് ഒരു പതക്കം മുഖ്യമന്ത്രിന്റെ വക ഉണ്ടാവും, രാഷ്ട്രപതിന്റെ വക ഉണ്ടാവും. കാരണം കേരളത്തില് എത്ര വട്ടാണ് പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഫോൺ യൂസ് ചെയ്തെന്ന്. കേരളത്തില് ഈ പൊട്ടക്കണ്ടി കേൾക്കുന്ന തവളക്ക് കേരളത്തില് എത്ര പേര് യൂസ് ചെയ്തിരിക്കണെന്ന് അറിയോ ഫോണ്? യൂസഫലി സാർ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാ? ഈ തവളച്ചാട്ടുകാരി സാബിറാണ്. പിന്നെ എന്റെ ഭർത്താവിനെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വന്തം ഭർത്താവിനെ വിളിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇവരുടെ ഭർത്താവിനെ വിളിക്കുന്ന പേരാണ് ഈ മണക്കൊണപ്പ എന്നുള്ള പേര് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നാവിൽ അങ്ങനെ എപ്പോഴും വരൂല. എനിക്ക് അങ്ങനെ തോന്നി. അപ്പോ ഇദ്ദേഹത്തിനെ സ്ഥിരം വിളിക്കുന്ന എടാ മണക്കൊണപ്പ ഇങ്ങോട്ട് വേണ എന്ന് സാബിറ വിളിക്കുമ്പോ അത് പാവം ഇങ്ങോട്ട് വരും. അങ്ങോട്ട് പോണ മണക്കൊണപ്പ എന്ന് പറയുമ്പോ അത് പാവം അങ്ങോട്ടും പോകും. എത്രയേ ഉള്ളൂ കേട്ടോ അതിന്റെ റോള്. കാരണം അതിന് കൂടുതൽ റോളിൽ നിന്നിട്ടുണ്ട് അതിനെ പിടിച്ചിട്ട് കിണറ്റി വിടും, അത് ഉറപ്പാ. ഇതല്ല ജാതിയും. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ പർദ്ദക്കാരെ കണ്ടാലും മക്കനെ കിട്ടുന്ന ആൾക്കാരെ കണ്ടാലും ഇങ്ങണ്ട് കാലുമെന്നണ്ട് കേറൂലേ, ഭദ്രകാളീനെ പോലെ. അപ്പാണ് നാഗവല്ലിയാവും ഈ മൂപ്പത്തേര്. പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ആള് ശാന്തായി. അപ്പൊ ഇതെന്താ സംഭവം, എവിടുന്നാ വരുന്നതൊക്കെ മനസ്സിലാണില്ലേ? പിന്നെ നണ്ണണ കാര്യത്തില് പർദ്ദക്കാരെ വീടായാലും വേണ്ടില്ല, മുജാഹിദ് ആയാലും വേണ്ടില്ല, സുന്നി ആയാലും വേണ്ടില്ല, ജമാഅത്തായാലും വേണ്ടില്ല, നണ്ണണ കാര്യത്തിന് ക്യൂ നിന്നിട്ടെങ്കിലും അടിപിടി കൂടിയിട്ടെങ്കിലും നണ്ണാൻ പോവും. അത് വാങ്ങാനും പോവും പാത്രമായിട്ട്. പിന്നെ ഷൂവും ജീൻസും കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാ ചോറ് മേടിക്കാൻ പോവുക. എല്ലാരും മാതിരൊന്നല്ല, തവള ഡാൻസുകാരി വിചാരിച്ച മാതിരൊന്നല്ല. അവിടെ പോകുമ്പോ മാന്യതയോടെ പോണം. ഇങ്ങനെ അതാണ്. അപ്പോഴല്ലേ വല്ലതും കുറച്ച് കിട്ടുള്ളൂ. ചില ജീൻസും കോട്ടും സൂട്ടൊക്കെ ഇട്ട ആൾക്കാരാകുമ്പോ ഷെയ്ക്കാൻഡ് കൊടുക്കലും, പിന്നെ സെലിബ്രിറ്റി അല്ലേ, അത് നെറ്റിമലാണ്ട് എഴുതി വെച്ചിരിക്കും സെലിബ്രിറ്റി ആണ് എന്നുള്ളത്. അപ്പൊ പിന്നെ അവര് മോളെ ചോറ് തരാന്ന് പറഞ്ഞിട്ട്
വിളിച്ചുണ്ട് വാരി ഊട്ടിക്കും. ഇനി ഓട്ടോഗ്രാഫ് മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുള്ളൂ. പിന്നെ സെൽഫി എടുക്കാനാ പറയണ്ട. ഞാനത് പല പ്രാവശ്യം വിചാരിച്ചതാണ്, മുപ്പത്തേരെ സെൽഫി ഒന്നും നിന്റെ ഇവിടെ മേടിച്ച് വെക്കണമെന്ന്. ഞാൻ സാജിദയും ഞാനും കൂടെ ഒരു സെൽഫി എടുത്തിട്ടുള്ള വിവരം സാജിദ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ ബാക്കിയാണിത്. ഇത് ഒരാളെ പറയേണ്ട കാര്യത്തിന് ആ ആളെ മാത്രം പറയാം, ആ ആളെ ഉദ്ദേശിച്ച് മാത്രം പറയാം. ഇത് ആരാണ് ചെയ്തിട്ടുള്ള വീഡിയോ, നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ, ആ ആളെ ഉദ്ദേശിച്ചിട്ട് പറയാം. ആ ആളോട് മാത്രം മറുപടി പറയാനുള്ള തൻ്റെ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലാതെ എന്നെയും മറ്റുള്ളവരും ഉസ്താദുമാരെയും മറ്റുള്ളവരെയും ഒക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഉസ്താദുമാരിപ്പം മെയിൻറ് ചെയ്യുന്നില്ല. അപ്പൊ ഉസ്താദുമാരെ എടുത്തിട്ട് ഇതിലിട്ടിക്കണ്, ആരിഫാനെ എടുത്തിട്ട് ഉള്ള ആരിഫാണ് താഴത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാ? റീച്ചിന് വേണ്ടിയിട്ടാ, വേറൊന്നിനല്ല. ആരിഫ 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 എന്ന് 16 വട്ടം പറഞ്ഞിരിക്കുന്നു. എന്തിനാ? ഞാന് വീഡിയോ ചെയ്യും വേണം, 30 റീച്ച് കിട്ടും വേണം. അതിനും വേണ്ടിയിട്ട് ഞാൻ എന്റെ മാപ്പിളിനോട് പറഞ്ഞു കൊടുത്തിട്ട് വീഡിയോ ചെയ്യിച്ച് 30 ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യിച്ചാല് നിങ്ങൾക്ക് എന്താ പറയാ, വീട് ജപ്തിന്ന് ഒയ്യും എന്ന്. എന്താ വെച്ചാൽ കളക്ടറേറ്റിൽ കളക്ടർ മറ്റുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ബാങ്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ഇതാര് സാബിറാന്റെ ഫോട്ടോ വെച്ചിട്ടാ വീഡിയോ ചെയ്തിട്ട്. ആ ഇന്ന് അങ്ങനെ ഇത്രയും വലിയ സെലിബ്രിറ്റിനെ വെച്ച് വീഡിയോ ചെയ്ത ഇങ്ങനെ വീഡിയോ ഞാൻ എങ്ങനെ ജപ്തി ചെയ്യാ എന്ന് അവര് പറയൂന്ന് വിചാരിച്ചല്ലേ. അങ്ങനെ തന്നെയാണ് സംഭവം. ഇപ്പൊ കള്ളി, കൊച്ചു കള്ളി, എല്ലാം അറിയും. ഇത് വെജ്ജ സംഭവം. ഇതൊക്കെ എവിടുന്ന് പഠിക്കണമെന്നെ മനസ്സിലായില്ല. ഇതൊക്കെ എവിടോ പോയിട്ട് ഉഗാണ്ടയിലൊക്കെ പോയിട്ട് പഠിച്ചു വന്നതെന്നാ തോന്നുന്നത്. അല്ലാത്തൊരു സാധനം. അപ്പൊ പൊന്നു മക്കളെ, ഈ ആരിഫത്താത്താണ്ട് ഫോട്ടോ ഇട്ടാ എന്റെ പേരക്കുട്ടിയും എന്റെ മോളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട്. അവര് 3 ദിവസം ഇവിടെ തന്നെ ആയിരുന്നു. ഞങ്ങൾ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലിടക്ക് പിന്നെ ഷോപ്പിന്റെ കാര്യം, നാളെ തൊട്ട് ഷോപ്പിലേക്ക് പോകണം. അപ്പൊ ഒന്ന് വീഡിയോ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ച് വന്നതാണ്. വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചൊന്നല്ല, എനിക്കൊരാൾ അയച്ചു തന്നതാണ്. ഇങ്ങനെ മാപ്പിള ഇട്ടിട്ട് ഇതാ റോസ്റ്റ് ചെയ്തിട്ട് സാഗിറ ഡാൻസുകാരി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡാൻസിന്റെ കാര്യം ഞാനൊന്നും പറയില്ലേ, കുറച്ചൊക്കെ നമ്മളും ഡാൻസ് ചെയ്തിട്ട് കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ നമുക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്, ട്രോഫിയും കിട്ടിയിട്ടുണ്ട്. അനക്ക് കിട്ടിയിട്ടില്ലല്ലോ സബ്ര ഒരു ട്രോഫി പോലും? എല്ലാം പോട്ടെ, ഒരു സ്റ്റേജിൽ കയറിയിട്ട് ആരും ട്രോഫി ഒന്നും ഇല്ലല്ലോ. എന്നാ മിണ്ടാണോ, നമ്മൾ മന്ത്രിമാരെടുത്തുനിന്ന് മേടിച്ചിരിക്കുന്നു, MLA മാരെടുത്തുനിന്ന് മേടിച്ചിരിക്കുന്നു. അതിന്റെ എല്ലാ തെളിവും ഉണ്ട്, ഫോട്ടോസും ഉണ്ട്, വീഡിയോസും ഉണ്ട്. മനസ്സിലായില്ലേ? അത് ഷോർട്ട് മൂവിന്നും സോങ്ങിന്നും ഡാൻസിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ വീഡിയോസിൽ കാണാനുള്ളത് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ യൂട്യൂബ് ചാനൽ എടുക്കുന്നതിന് മുമ്പ് നമ്മള് ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ വന്നിരുന്നത് ഔട്ട് ഓഫ് കേരളയില്. മനസ്സിലായില്ലേ? അപ്പൊ പോട്ടെ താത്ത, ബൈ. അവൻ സാബ്ര വലിമ.